പ്രിയപ്പെട്ടവരെ, പിന്നെ ഒരു സാംസ്കാരിക കൂട്ടായ്മ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ വിദേശ പ്രവാസി ലോകത്തും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കപ്പെടുകയും അത് വളരെ സജീവമായി പ്രവർത്തിച്ച് പ്രധാനമായും അത് എഴുത്തിനെയും സാഹിത്യത്തെയും മുൻനിർത്തിയാണ്. പേര് തന്നെ അതിൻ്റെ ആ ഒരു സംഗതിയെ വ്യക്തമാക്കുന്നൊരു കാര്യമാണ്. അക്ഷര നക്ഷത്രം കലാസാഹിത്യ സാംസ്കാരിക വേദി. ഇപ്പോൾ ഇതിനു മുമ്പ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ആദ്യത്തെ പുസ്തകം, അതായത് നിരവധി കവികൾ 50 കവികളുടെ എല്ലാവരുടെയും ചേർന്ന് ഒരു പുസ്തകം. വേണമെങ്കിൽ ഇവരുടെ ഒരു ചെറിയ ജീവചരിത്രക്കുറിപ്പും കൂടി ഇതിൽ ചേർക്കാമായിരുന്നു. ഓരോരുത്തർ ചെറുതായിട്ട് അവരെവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയാനായി. അത് ഞാൻ ഓർക്കാൻ കാരണം, ഞങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഏതാണ്ട് 1900 ഒരു കൊല്ലം ഓർമ്മയില്ല, ഞാൻ എഴുതുന്നിട്ട് കഥകളൊക്കെ തന്നെ ചില വാരികളിലും മാസികകളിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു പുസ്തകം കഥാകൃത്തുക്കളുടെ ആ കാലഘട്ടത്തിലെ ഒരു തലമുറയെ പ്രതിനിധാനം ചെയ്തുകൊണ്ടൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പ്രതിഭാസംഗമം എന്നാണ് അതിൻ്റെ പേര്. അത് വളരെ കാലം കഥാസാഹിത്യ പഠനത്തിലെ ഒരു പ്രധാനപ്പെട്ട മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഒരു തലമുറ പുതുതായിട്ട് വരികയാണ്. കഥാസാഹിത്യത്തിലാണ്. മലയാളത്തിലെ കഥാസാഹിത്യം എന്ന് പറഞ്ഞാൽ വളരെ സജീവമാണ്. നമുക്ക് വളരെ പഴയ ആദ്യകാല കഥാകൃത്തുക്കൾ, അതിനുശേഷം വന്ന പുരോഗമന നവോത്ഥാന വിഭാഗത്തിൽപ്പെട്ട കഥാകൃത്തുക്കൾ കായരൂരും ഒറ്റക്കാടുമൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ MT മാധവിക്കുട്ടിയും D പത്മനാഭനും ഒക്കെ വന്നു. അത് കഴിഞ്ഞ് ആധുനികർ എന്ന് പറയുന്ന കാക്കനാടനും വന്നു. അതിനുശേഷം വരുന്നൊരു തലമുറയാണ് ഞങ്ങളുടെ. അപ്പോൾ ഏതൊരു തലമുറയും പുതിയ ഭാവുകത്വമായിട്ടാണ് കടന്നു വരിക. അവർക്ക് പുതിയ ആശയങ്ങളുണ്ടാവും, പുതുതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടാവും, അവരുടെ ഭാഷ പുതിയതായിരിക്കും. പുതിയ ഭാഷയിൽ പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പ്രതിസന്ധിയാണ് വാസ്തവത്തിൽ സാഹിത്യത്തിൽ. കാരണം വെച്ചാൽ വായനക്കാർ എപ്പോഴും അവർക്ക് അവർ വായിച്ച, അവരനുഭവിച്ച, അവർ തീവ്രമായി മനസ്സിൽ സംശീകരിച്ച രചനാരീതികളുടെ തടവിലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാവുകത്വം വരുമ്പോൾ അതങ്ങനെ വരാതിരിക്കാനൊന്നും ഒരു ഭാവമില്ല. കാരണം ഇപ്പോൾ ഞങ്ങൾ വായിച്ചതൊക്കെ തന്നെ മുകുന്ദൻ്റെയും കാക്കനാടൻ്റെയും M സുകുമാരൻ്റെയും CV ശ്രീരാമിൻ്റെയും ഒക്കെ കഥകളാണ്. അപ്പോൾ ആ മട്ടിൽ എഴുതിയിട്ട് കാര്യമില്ലല്ലോ, അത് എഴുതാനായിട്ട് അവരുണ്ടല്ലോ. അപ്പോൾ ഒരു വേറൊരു മട്ടിൽ കഥകൾ എഴുതണം എന്ന് ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ വന്നതാണ്. ഏകദേശം 80കളുടെ അവസാനം 90കളിലൊക്കെ ആയിട്ട് വന്ന ഒരു തലമുറ. അപ്പോൾ അന്ന് ഒരു പുസ്തകം, ആ കഥാകൃത്തുക്കളുടെ 35 പേരുടെ ഒരു പുസ്തകം അന്ന് പ്രസിദ്ധീകരിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് 2 പേരാണ്. അതിലൊരാൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ മരിച്ചുപോയി, CH ഹരിദാസ്. ഓർമ്മയുണ്ടാവില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഉള്ള കാലത്ത് വിദ്യാർത്ഥി നേതാവ് KSU നേതാവായിരുന്നു. കോഴിക്കോട് സർവകലാശാല യൂണിയൻ്റെയൊക്കെ ചെയർമാനായിരുന്നു. അദ്ദേഹമാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വെച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം ആകസ്മികമായിട്ട് മരിച്ചുപോയി. ആ സന്ദർഭത്തിൽ അത് ഏറ്റെടുത്തത് പിന്നീട് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള അക്ബർ കെട്ടിൽ. അപ്പോൾ N പ്രഭാകരൻ, CV ബാലകൃഷ്ണൻ, അക്ബർ കെട്ടിൽ, അഷ്ടമൂർത്തി, ഞാനുണ്ട്. അങ്ങനെ 10-35 കഥാകൃത്തുക്കൾ. അവരുടെ ഒരു ജീവചരിത്ര കുറിപ്പൊക്കെ ഉണ്ടായിരുന്നു. PK പ്രദേശ് അത് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ സാഹിത്യത്തിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു, അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഒരു എളുപ്പമുള്ളൊരു കാര്യമല്ല.
എഴുത്തിൻ്റെയൊക്കെ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പലരും അവരുടെ പ്രഥമ സമാഹാരങ്ങൾ, കഥാകൃത്തുക്കളാണെങ്കിൽ കഥാസമാഹാരങ്ങൾ, കവികളാണെങ്കിൽ കവിതാസമാഹാരങ്ങളൊക്കെ തന്നെ പ്രകാശനം ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട്. കാരണം അന്ന് വളരെ കുറച്ച് പ്രസാധകന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പ്രധാനപ്പെട്ട പ്രസാധന സമിതി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, NBS ബുക്ക് സ്റ്റാൾ, പിന്നെയുള്ളത് DC എന്ന് വന്നിരുന്നു. കാര്യമായിട്ട് വേറെ ഒന്നുമില്ല എന്നുള്ളതാണ്. മാതൃഭൂമിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ തന്നെ കഥയും കവിതയൊന്നും പ്രസിദ്ധീകരിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും പുസ്തകങ്ങളിൽ കുറച്ചുള്ളതൊന്നും മാതൃഭൂമി പ്രസിദ്ധീകരിക്കില്ല. ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്രാവലോകനം, അതൊക്കെ മാത്രമല്ല. പിന്നെ ചിന്ത പബ്ലിഷേഴ്സ് അവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയമായ പ്രചാരണത്തിന് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ മാത്രം ആണ് വന്ന് പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പുസ്തക പ്രസാധനമൊക്കെ ഒരു സാധ്യമല്ല. ഇന്നത്തെ മുതലേ നമുക്ക് സ്വന്തം നിലയ്ക്ക് പുസ്തകം പ്രസിദ്ധീകരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. കാരണം അത്രമാത്രം അന്നത്തെ വിലയുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ വലിയ ഒരു സംഖ്യ മുതൽ മുടക്കേണ്ടി വരും. അതിനൊന്നും ആരും തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മളൊരു ഒരു ചെറിയ സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ കുട്ടികൾ നമുക്ക് അവരെഴുതിയ പുസ്തകം തരും. 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 7 പുസ്തകം ഇറക്കി അതിനെടുക്കും. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. പുസ്തക പ്രസിദ്ധീകരണ രംഗത്തൊക്കെ വന്നിട്ടുള്ള മാറ്റം, അതിൻ്റെ ടെക്നോളജിയിൽ വന്നിട്ടുള്ള മാറ്റം, പിന്നെ ഏറ്റവും കുറവ് പതിപ്പുകൾ അച്ചടിക്കാനുള്ള സൗകര്യം. ഇപ്പോൾ തന്നെ DC ബുക്സ് തന്നെ പുതിയ എഴുത്തുകാരുടെയൊക്കെ ധാരാളം പുസ്തകങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അതിലൊക്കെ ചിലപ്പോഴൊക്കെ 2, 3, 4 പതിപ്പുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഞാനിതിൻ്റെ എത്ര കോപ്പി വെച്ച് അടിക്കുന്നുണ്ടെന്ന് ചോദിച്ച് നോക്കിയത്. 3 പതിപ്പ് 4 പതിപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ 4 പതിപ്പായി 400 കോപ്പി ഇറങ്ങിയിട്ടുള്ളൂ, അടിച്ചടിച്ചിട്ടുള്ളൂ. ആദ്യത്തെ പതിപ്പിൽ 100 കോപ്പി, രണ്ടാമത്തെ പതിപ്പിൽ 100 കോപ്പി, അങ്ങനെയാണ്. അപ്പോൾ എത്ര കുറച്ച് വേണമെങ്കിലും അച്ചടിക്കാവുന്ന സംവിധാനങ്ങളൊക്കെ വന്നു. എങ്ങനെയൊക്കെയാണെന്നെങ്കിൽ തന്നെയും പുതിയ എഴുത്തുകാർക്ക് എഴുത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരിക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. ശക്തമായ ചില പ്രതിരോധങ്ങൾ. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അന്യ വസ്തു വന്നു കഴിഞ്ഞാൽ അതിനെ റിജക്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ സാംസ്കാരിക ശരീരത്തിലേക്ക് അതുവരെ ഇല്ലാത്ത ഒരാശയം അല്ലെങ്കിൽ ഒരാവിഷ്കാരം കടന്നു വന്നു കഴിഞ്ഞാൽ ശക്തമായി റിജക്റ്റ് ചെയ്യും. പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണശാലകളൊക്കെ തന്നെ അവരുടെയൊക്കെ ഒരു ആലങ്കാരികമായ, അവരുടെയൊക്കെ ഒരു സാധാരണ, അതായത് ഞങ്ങൾ പുതിയ തലമുറയെ പ്രൊമോട്ട് ചെയ്യുന്നു, അവരുടെ കൂടി പുസ്തകങ്ങൾ ഞങ്ങളുടെ അലമാരകളിലുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കുറച്ച് ആളുകളുടെ കുറച്ച് പുസ്തകങ്ങൾ, അത് വളരെ കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 പതിപ്പ് അല്ലെങ്കിൽ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്നുള്ള വ്യവസ്ഥയിലൊക്കെ പുസ്തകങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷെ വായനക്കാർ എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ മുമ്പാകെ നമ്മൾ വരുമ്പോൾ അവർ വലിയ തരത്തിൽ അതിനെ നിരാകരിക്കും. അപ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. നമ്മളും പ്രസക്തരാണ്, നമ്മുടെ ജീവിതവും പ്രസക്തമാണ്, നമ്മുടെ എഴുത്തും പ്രസക്തമാണ്, നമ്മളും ഈ സമൂഹത്തിൽ ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ അതിനുള്ള ഒരു നല്ല ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കവികളാണ് അധികവും, കഥാകൃത്തുക്കൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഷിനിലെ കഥാകൃത്തുക്കളുണ്ടാവും. കഥാകൃത്തുക്കളുണ്ട്, പക്ഷേ കഥാസമാഹാരങ്ങൾ അച്ചടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ചെറുതായിട്ട് 50 പേരൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. കഥയും നോവലും എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ മങ്ങാട്ട് സുരേന്ദ്രൻ നോവൽ രംഗത്ത് അതിശക്തമായി തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ള, തൻ്റേതായിട്ടുള്ളൊരു വഴി കണ്ടെത്തിയിട്ടുള്ള ഒരാളാണ്. അത്യന്തം ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിനിടയിലുള്ള സമയം കണ്ടെത്തിയിട്ടാണ് എഴുതുന്നത്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട് വാസ്തവത്തിൽ. കാരണം ഞാൻ കവികളെ കുറ്റം പറയില്ല, കവിത എഴുതുന്ന പോലെയല്ല കഥ, അല്ലെങ്കിൽ അത് കഥ എഴുതുന്ന പോലെയല്ല നോവൽ. പലപ്പോഴും കവിത എന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന ഒരു സാഹിത്യ രൂപം തന്നെയാണ് ഇപ്പോഴും.
കാരണം അത് ഏറ്റവും ശക്തമായ ഒരു തലത്തിലേക്ക് മനുഷ്യ ഭാവനയെ കേന്ദ്രീകരിച്ച് നിർത്തുന്ന ഒന്നാണ്. അപ്പം അതിൽ പക്ഷെ അതിനെ ഒരു അനായാസമായ സംഗതി എന്നുള്ള നിലയിൽ പലപ്പോഴും കവികൾ കണക്കാക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യം. പണ്ട് കാലത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവിത എഴുതുമ്പോൾ ചില നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും പ്രസക്തിയില്ല. അതായത് വൃത്തവും അതുപോലെ തന്നെ അലങ്കാരങ്ങളും പ്രാസവും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ചന്ദ്രശേഖരനും മറ്റുമൊക്കെയാണ് ഈ പറഞ്ഞ അതിനെ ബ്രേക്ക് ചെയ്യുക മാത്രമല്ല, അതിലൊരു പുതിയ താളം കൊണ്ടുവരും. വ്യവസ്ഥാപിതമായ ഈണങ്ങളും അതിൻ്റെ ചിട്ടകളും ഒക്കെ തന്നെ ബ്രേക്ക് ചെയ്തിട്ടുള്ള പല കവിതകളും ആദ്യകാലഘട്ടത്തിൽ ചന്ദ്രശേഖരൻ കവിതയിൽ കൂടി ഇപ്പോൾ ഗാനരചയിതാവായി മാറിയതിനു മുമ്പ് കവിതയിൽ സജീവമായി ശ്രദ്ധിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ചില കവിതകൾ പുതിയ ഈണങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന കാര്യം മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം, വാട്സാപ്പ് സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനും പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, അത് സാഹിത്യവും കലയുമായി ബന്ധപ്പെട്ട കൂട്ടായ്മകൾക്ക് കൂടുതൽ വലിയ പ്രസക്തിയുണ്ട്. മറ്റു പല കൂട്ടായ്മകളും വിഭാഗീയമായി മാറും. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ആവശ്യം പൊതുവായിട്ടുള്ള കൂട്ടായ്മ, പൊതുവായിട്ട് മനുഷ്യന് ഇരിക്കാവുന്ന സ്ഥലങ്ങളാണ്. ഏറ്റവും പ്രധാനം മതാതീതമായ അല്ലെങ്കിൽ മതേതരമായ മതനിരപേക്ഷമായ എല്ലാ മതസ്ഥർക്കും, മതവിശ്വാസമൊന്നും ഉപേക്ഷിക്കേണ്ട, പക്ഷേ എല്ലാ മതവിശ്വാസികൾക്കും. കാരണം മതം എന്ന് പറയുന്നത് പഴയകാലത്ത് പോലെ ഒരു വിശ്വാസം മാത്രമല്ല. ഇപ്പോൾ അതിൻ്റെ വർഗീയവൽക്കരണവും അതിൻ്റെ ഭീകരതയും അതിൻ്റെ രാഷ്ട്രീയവൽക്കരണവും രാഷ്ട്രീയത്തിലെ കടന്നു വരാൻ അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു കുറുക്കു വഴിയായിട്ടൊക്കെ തന്നെ മതം ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പഴയ മതമല്ല, മതമാണ്, മറ്റേ മതം. ആനയ്ക്കുണ്ടാവുന്ന ആ സംഭവം. അപ്പോൾ അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് കടക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ വലിയൊരു സംഗതിയാണ്. നാരായണ ഗുരുവൊക്കെ പരമാവധി അദ്ദേഹത്തിനെ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് ജനിച്ച മതത്തിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹ്വാനം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ജനിച്ച മതത്തിൽ നിന്ന് പുറത്ത് കിടക്കുക. കാരണം ജനിച്ച മതത്തിൽ എല്ലാ മതത്തിലും സത്യമുണ്ട്. അദ്ദേഹം പറയും എല്ലാ മതത്തിലും സത്യമുണ്ട്. എല്ലാ മതവും മനുഷ്യന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ സ്വന്തം മതം എന്ന് പറയുമ്പോൾ അതിലൊരു തരം അതിവൈകാരികത വന്നു. അത് മാത്രമാണ് ശരിയെന്ന് തോന്നലുണ്ട്. അതുകൊണ്ട് ആദ്യം മനുഷ്യൻ ചെയ്യേണ്ടത് സ്വന്തം മതത്തിൽ നിന്ന് പുറത്തു കിടക്കുക, എന്നിട്ട് ആ മതത്തെ പഠിക്കുക, എന്നിട്ട് മറ്റേ മതങ്ങളെ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മതത്തെയും മനസ്സിലാവും, എല്ലാ ദർശനങ്ങളെയും മനസ്സിലാവും, മനുഷ്യനെയും മനസ്സിലാവും എന്നുള്ളൊരു സിദ്ധാന്തമാണ് അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ ഒരു ആകത്തുക എന്ന് ഞാൻ പറയാൻ കാരണം ഇത്തരത്തിലുള്ള പൊതുവേദികളുടെ ഒരു പ്രസക്തി ഈ കാലഘട്ടത്തിൽ വളരെ വലുതാണ്. ലോകത്തിൽ തന്നെ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും സഞ്ചരിക്കാറുള്ള ഒരാളെന്നുള്ള നിലയിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അവിടേക്ക് പോകുമ്പോൾ നമുക്ക് ജനാധിപത്യത്തിൻ്റെ വസന്ത ലോകമായിട്ടാണ് അത് കണക്കാക്കിയിരിക്കുന്നത്. കാരണം അവിടെ ഒരു വിഭാഗീയതയില്ല. മനുഷ്യൻ മതവിശ്വാസിയാണ്. മതവിശ്വാസിയാണെങ്കിലും പള്ളിയിലും ഒന്നും ആരും പോകാറൊന്നുമില്ല. എന്നാൽ പോലും മരണം, ജനനം, വിവാഹം, ഈ 3 കാര്യങ്ങൾക്ക് അവർക്ക് മതം ആവശ്യമാണ്. അതിന് മാത്രമേ പള്ളിയിൽ പോകുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടിയില്ല. പക്ഷേ അതീവമായ ജനാധിപത്യം, സമത്വം, സ്വാതന്ത്ര്യം, ഇത് അതുപോലെ തന്നെ അവരുടെ ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന നാസി, അതുപോലെ തന്നെ ഇറ്റലിയിലുണ്ടായിരുന്ന ഫാസിസം, മുസോളിനി, ഹിറ്റ്ലർ, ഇതിനോടൊക്കെ തന്നെ അങ്ങേയറ്റം വെറുപ്പും വിദ്വേഷവുമുള്ള ഒരു ജനതയായിട്ടാണ് നമ്മൾ കണ്ടത്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു 10 കൊല്ലം മുമ്പ് അവിടെ പോയപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ, ഒരു ജർമ്മൻ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു പെൺകുട്ടിയെ അവിടുത്തെ ഒരു കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ കുട്ടി ഇസ്രായേലിലേക്ക് പോയിരിക്കുകയാണ്. അവളുടെ പഠനം ബ്രേക്ക് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. അവൾ 10ാം ക്ലാസ് കണ്ട കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പഠനം ഉപേക്ഷിച്ച് കോളേജിൽ ചേരാണ്ട് പോയിരിക്കുകയാണ്. ഇനി തിരിച്ചു വന്നു 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് അവൾ കോളേജിൽ ചേരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ അവൾ പോയേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇസ്രായേലിലെ തോട്ടത്തിൽ പണിയെടുക്കാനാണ്, കൂലിയില്ലാതെ. എന്താ കാരണം? ജർമ്മനിയിൽ ജനത അന്ന് ജൂതരോട് ചെയ്ത ആ ക്രൂരതയ്ക്ക് പശ്ചാത്താപം ചെയ്യാൻ പോയിരിക്കുക.
അങ്ങനത്തെ ഒരു യുവതലമുറയാണ് 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ യൂറോപ്പിൽ സഞ്ചരിക്കുമ്പോൾ കാണുന്നത്. പക്ഷെ ഇന്ന് മാറി. ഇന്നവിടെ നവനാസികൾ വന്നിരിക്കുന്നു. അവർ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ അവർ ഒറ്റപ്പെട്ട ഗ്രൂപ്പുകളായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ അവർ നുഴഞ്ഞു കയറി. ചില രാഷ്ട്രീയ പാർട്ടികൾ അവർ മാത്രമായി മാറിയിട്ടുണ്ട്. അത്തരം രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വലിയ തരത്തിൽ വോട്ടും സീറ്റും കിട്ടുന്നു. ഹിറ്റ്ലറിനെ ആരാധിക്കുന്ന, ഹിറ്റ്ലറിൻ്റെ ക്രൂരതകളെക്കുറിച്ചൊക്കെ അഭിമാനിക്കുന്ന വലിയൊരു സമൂഹമായി അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളും നാസി പാർട്ടികൾ ഭരിക്കും എന്നുള്ളൊരവസ്ഥയിലാണ്. ലോകം മുഴുവനുള്ളൊരു സംഗതിയാണ്. ഫാസിസ്റ്റ് പ്രവണതകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മതത്തിൻ്റെ പേരിൽ, വംശീയതയുടെ പേരിൽ ഒക്കെ ഉണ്ടാകുന്നൊരു സമയത്ത് പൊതുവേദികൾ, പ്രത്യേകിച്ചും അത് സാഹിത്യത്തിൻ്റെയും കലയുടെയും കവിതയുടെയും ഒക്കെ പേരിൽ ഒരു പൊതുവേദി ഉണ്ടാവുക എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ ഉൾപ്പെടാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ച് മാഷ് സംസാരിക്കും, സുരേന്ദ്രൻ സംസാരിക്കും. അതുകൂടാതെ ഇവിടെ പല സുഹൃത്തുക്കളെയും ആദരിക്കുന്നുണ്ട്. സാഹിത്യത്തിൻ്റെ വഴിയിൽ അവരുടെ വലിയ സംഭാവനയുടെ ഒക്കെ അവരുടെ നേട്ടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവരെ ആദരിക്കുന്നുണ്ട്. അവരോരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കും.